ഞാനൊരു കാരണം പറ്റി മമ്മു എന്ന് പറഞ്ഞ ആള് ബുദ്ധിയില്ലാത്ത മണ്ടനൊന്നും മമ്മൂനെ ഞാൻ പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളോട് ഡിസ്റെസ്പെക്ട് ചെയ്തതിനെ അടിച്ചിട്ടുണ്ട്. മനസ്സിലാ കുറെ കേസുണ്ടാവും. അതിപ്പോ MRC തൊപ്പിയാൻ ഗ്യാങ് ശരിക്കും പറഞ്ഞാൽ തൊപ്പിനെ എക്സ്പോസ് ചെയ്ത് തൊപ്പിയുടെ ഗ്യാങ് മെമ്പേഴ്സ് ഇന്നലെ വീഡിയോസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യായിരുന്നു. നമുക്ക് ജസ്റ്റ് സ്ഥിരം തൊപ്പിയുടെ ഒരു കലാപരിപാടിയാണ്, ഇതേപോലത്തെ സ്ക്രിപ്റ്റ് ആയിട്ട് തൊപ്പി വരുന്നത് സ്ഥിരം ഒരു കലാപരിപാടിയാണ്. അപ്പോൾ ഞാനിത് വിശ്വസിച്ചില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ക്രിപ്റ്റഡ് പരിപാടിയാണ്. ഷമീർ ഇവർക്ക് എന്തോ ഒരു ആവശ്യത്തിന് ബേസ് ചെയ്ത് ഇത് എന്തോ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കോൺട്രവേഴ്സിയാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ തൊപ്പി ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്തൊരു വീഡിയോ ഇട്ടു. ഒരു 2.5 മണിക്കൂർ അത് നീട്ടമുള്ള ഒരു വീഡിയോ, ലൈവിൽ വന്നൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ടതിന് ശേഷം അത് ദൃശ്യം 2 നമ്മൾ മറ്റേ കോർട്ട് സീനിൽ നമ്മളിങ്ങനെ വായും പൊളിച്ചിരിക്കത്തില്ലേ, അതേപോലെയായിരുന്നു ഞാൻ ഇത് കണ്ടുകൊണ്ടിരുന്നത്. അതായത് ചില പോർഷനിൽ, അതായത് ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഷമീറിനെ എക്സ്പോസ് ചെയ്ത, ഷമീറിനെ ഒരു ജീവിതം ഇല്ലാണ്ടാക്കി കളഞ്ഞു തൊപ്പി. അതായത് കംപ്ലീറ്റ്ലി പുള്ളി അങ്ങ് എക്സ്പോസ് ചെയ്തു കഴിഞ്ഞാൽ ഷമീർ ഒരു കുണ്ടനാണെന്ന് പ്രൂവ് ചെയ്ത് കളഞ്ഞു. ഇതിൻ്റെ അത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടമാണ്. അതായത് ഈ വീഡിയോ കണ്ട എല്ലാ ഓഡിയൻസും, അതായത് നിങ്ങൾക്കറിയാൻ പറ്റില്ല കുറേ ഫേമസ് യൂട്യൂബേഴ്സൊക്കെ ഇതിനെതിരെ റിയാക്ട് ചെയ്തു. എല്ലാവരും വാവ് അടിച്ചിരിക്കുക. എന്ത് മാങ്ങാത്തോലിയാണ് ഇത് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തൊപ്പിയുടെ സെറ്റ് ഓഫ് ഓഡിയൻസ്, അതായത് 18 ബിലോ, ഒരു 85% തൊപ്പിയുടെ വ്യൂവർഷിപ്പ് വരുന്നത് ഒരു 18 ബിലോയാണ്. അവരൊക്കെ ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ ഉള്ളൊരു അവസ്ഥ, അതായത് നമുക്ക് തന്നെ അത് ഇപ്പോൾ എനിക്ക് ആ വീഡിയോ എടുത്ത് ഇവിടെ കാണിക്കണമെന്നുണ്ട്. ഇപ്പോൾ എന്താ തൊപ്പി കാണിച്ചതെന്ന് പറഞ്ഞാൽ അതെടുത്ത് കാണിക്കണം. അത് പക്ഷേ നമുക്ക് ചിലപ്പോൾ ചാനൽ തന്നെ അടിച്ചു പോകും. അമ്മാതിരി കണ്ടൻറ്റാണ് അത് ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗ്യാങ്ങിൽ തന്നെ 18 ബിലോ ആയിട്ട് കുറേ പയ്യന്മാരുണ്ട്. അതായത് എനിക്കൊന്ന് ആദ്യമാണെന്ന് തോന്നുന്നു 18 ബിലോ. പിന്നെ ഈ മമ്മു 18 ബിലോ ആണോ എന്ന് എനിക്കറിയത്തില്ല, അതോ 18 തികഞ്ഞോന്ന് അറിയാൻ പാടില്ല. ശരിക്കും ഈ 18 ബിലോ തികഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പോസ്കോയുടെ ഒരു കേസ് ഞാൻ മണക്കുന്നുണ്ട് ഷമീറിൻ്റെ തലയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷമീർ ഇന്നലെ ബേസിക്കലി കുറേ വീഡിയോസിൽ പറയുന്നത് വെച്ചാൽ തൊപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ അടിമകളായിട്ടാണ് കാണുന്നത്, ഞങ്ങൾ വേലക്കാരനായിട്ടാണ് കാണുന്നത്, ഞങ്ങൾക്ക് സ്ട്രീം ചെയ്യുന്ന പൈസ തരുന്നില്ല. അതൊക്കെയാണ് ബേസിക്കലി ഷമീറും മറ്റേ ഈ ജാസി എന്ന് പറഞ്ഞ പുള്ളിക്കാരനും പിന്നെ നമ്മുടെ മമ്മു എന്ന് പറഞ്ഞ അവരും പറഞ്ഞത്. എനിക്ക് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മമ്മൂനെ പണ്ടോട്ടെ കണ്ടുകൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഇയാളെയാണ്. പുള്ളിക്കാരൻ്റെ പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. അതായത് പെണ്ണുങ്ങളുടെ കുളിസിനെ എത്തി നോക്കാനായിട്ട് ഞാൻ എൻ്റെ നാട്ടിലിങ്ങനെ എത്തി നോക്കാനായിട്ടൊക്കെ പോകുന്നൊക്കെ പറഞ്ഞ് മമ്മു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് ആ കോൺട്രവേഴ്സി നല്ല രീതിയിൽ വന്ന സമയത്ത് തൊപ്പി ഇവനെ ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കിയിട്ട് അങ്ങനെ കുറേ ഡ്രാമ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മമ്മു ലൈവിൽ കിടന്ന് കരയുന്നു, എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കിൽ കിടന്ന് പുള്ളി ചിരിക്കുക, അതൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. എന്നിട്ട് കുറച്ച് ദിവസം ലൈവിൽ വന്നില്ല, അതിന് ശേഷം തിരിച്ച് വീണ്ടും ലൈവിൽ കൊണ്ടുവന്നു. അതേപോലത്തെ വല്ല സ്ക്രിപ്റ്റ് ഈ വീഡിയോ, അത് ഷമീറിൻ്റെയും ഈ ജാസിയുടെയും ഇവരുടെയൊക്കെ വീഡിയോ ആണ്. ഇപ്പോൾ ഇവരുടെ ഉള്ളിലൊരു ചിരിയുണ്ട്. ആ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഒരു ചെറിയൊരു ചിരിയുണ്ട്. മമ്മൂൻ്റെ ഇതാണെങ്കിലും ജാസിയുടെ ഇതാണെങ്കിലും ചെറിയൊരു ചിരിയുണ്ട്. അപ്പം നമ്മളെല്ലാം വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്ക്രിപ്റ്റ് തന്നെയാണ്. ഇന്നത്തെ ഈ 3 വണ്ടിയിൽ ഏത് വണ്ടി തന്നെ എടുക്കാൻ പോകുന്നതെന്ന് മാത്രം ആലോചിച്ച് ആ ഒരു ചിന്താഗതിയിലായിരുന്നു എല്ലാവരും നിന്ന്, ഇൻക്ലൂഡിങ് ഞാൻ വരെ. ഞാൻ ഇന്നലെ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, ഈ 3 വണ്ടിയിൽ ഏത് വണ്ടി നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തൊപ്പി ഒരു വീഡിയോ ഇട്ട് വന്നു. അതിൻ്റെ അകത്ത് 54-ാമത്തെ മിനിറ്റിൽ ഒരു സാധനം പുള്ളി ഇട്ടിട്ടുണ്ട് തൊപ്പി. ആ സാധനത്തിൽ അത് ഷമീറിനെ കംപ്ലീറ്റ്ലി അങ്ങ് എക്സ്പോസ് ആക്കി കളഞ്ഞു. അതായത് ശരിക്കും പറഞ്ഞാൽ ഷമീർ ഇനി എങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്ന് വെച്ചാൽ അമ്മാതിരി, അതായത് തൊപ്പി എന്തിനാണ് ഇവരെ ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കിയത്, അതായത് ഇവർ ഭയങ്കരമായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നു, ഡ്രഗ് വീട്ടിനകത്ത് കയറ്റുന്നു, ആ ഒരു ബേസിസിലാണ് ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 18 വയസ്സോട് ബിലോ ഉള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ തൊപ്പിയുടെ ലൈവ് കണ്ടിട്ട് എന്താ പഠിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ ഈ 18-ൻ്റെ താഴെയുള്ളവർ കാണുന്ന പിള്ളേരുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് എല്ലാവരുടെയും കയ്യിൽ, കൊച്ചു പിള്ളേരുടെ കയ്യിൽ 17 Pro Max തൊട്ട് 16 Pro Max വരെ ഉള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ തൊപ്പിയുടെ ലൈവ് 18 ബിലോ ആയിട്ടുള്ള ആൾക്കാർ കാണുമ്പോൾ ഈ സാധനമൊക്കെ റോ ആയിട്ട്, അത് തൊപ്പി അത് ബ്ലർ ചെയ്യാത്ത ഇമേജ് വേണമെങ്കിൽ ഇടാമെന്ന് പറഞ്ഞതാണ്. റോ ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഇച്ചിരി ബ്ലറാണ്, പക്ഷെ എന്നാലും നമുക്ക് ഫേസ് കാണാൻ പറ്റും. അങ്ങനെ റോ കണ്ടൻറ്റാണ് കൊടുത്തത് മൊത്തം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മാങ്ങാത്തോലിയാണ് ഇവന്മാർ. ഒരു ഗ്യാങ് ഹൗസ് എന്ന് പറഞ്ഞിട്ട്, MRC ഗ്യാങ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊരു ഗ്യാങ് ഹൗസായി മാറിയിരിക്കുകയാണ്. ഇത് വേറെ സൈറ്റിൽ ഇടേണ്ട സാധനമാണ് യൂട്യൂബിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഷമീർ കുറേ റേസായിട്ടും സങ്കടപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം. നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതായിരിക്കും, എന്നാലും ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം. ഷഡ്ഡി അലക്കലാണ്, അതായത് റാംബോൻ്റെയും നിയാദിൻ്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ ഓൻ്റെ ഷഡ്ഡി അലക്കിയതിലേലും മൊത്തിക്ക് അടി പോകും. കാരണം അവിടെ അനുഭവിക്കുകയും ചെയ്യുന്നതാ. കാരണം നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാൽ അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. ഓൻ്റെ ഷഡ്ഡി അലക്കലും
ഇവനാണ് ആദ്യത്തെ കള്ളൻ. ശരിക്കും പറഞ്ഞാൽ ഇവൻ പണ്ട് തൊട്ടൊരു കള്ളനാണ്. ഇവൻ വാ തുറക്കുന്നത് കള്ളം പറയാനാണ്. ഇവൻ ശരിക്കും പറഞ്ഞാൽ ഇവൻ ഈ ഒരു മമ്മൂ എന്ന് പറഞ്ഞ ആൾക്ക് ശരിക്കും അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു കാറ്റഗറി പെടുന്ന ഒരു ഇതാണ്. ഇവനൊക്കെ എന്തിനാണ് തൊപ്പി ഗ്യാങ്ങിൽ പിടിച്ച് നിർത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് കൂട്ടത്തിലെ ഏറ്റവും വലിയ വ്യാളിയാണ്. ഇത് മറ്റേ കഴിഞ്ഞ വട്ടം എന്താ ട്രെയിൻ ഇഷ്യൂവിൻ്റെ സമയത്ത് മറ്റേ റെയിൽവേ പോലീസിനെ വെല്ലുവിളിക്കുന്ന ഇതുണ്ട്. പിന്നെ വേറെ ജാസി എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ ലാസ്റ്റ് കയറി വന്ന ഇവന്മാരെല്ലാം ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് തൊപ്പി ചവിട്ടി പുറത്താക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വെള്ളമോടിയും നല്ല കഞ്ചാവുമായിരുന്നു. അങ്ങനെ തൊപ്പി ഇത് കൈയോടെ പിടിച്ചു, പറ്റത്തില്ലെന്ന് പറഞ്ഞു, അങ്ങനെ ചവിട്ടി പുറത്താക്കി. പക്ഷേ ഇവൻ വലിയൊരു പിഴയാണ്. ഈ മമ്മൂ എന്ന് പറഞ്ഞാൽ വലിയൊരു പിഴയാണ്. ഇവൻ ആദ്യമായിട്ടല്ല ഇതേപോലത്തെ കുറേ വള്ളികളായിട്ട് വരുന്നത്. പക്ഷേ ഈ ഷമീറിൻ്റെ കേസിൽ ഈ ഒരു കളിക്കേസുണ്ട്. ആ കളിക്കേസിൻ്റെ അകത്ത് ഈ ചെറുക്കനും പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെ ജീവൻ ഏകദേശം കോഞ്ഞാട്ടമായ പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ വേണ്ടാത്ത വളരെ എനിക്ക് തോന്നുന്നു ഇവന്മാർ കിക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ കിക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ കുറച്ച് വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്താന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ എൻ്റെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഞാൻ അന്നത്തെ ബേസിക്കലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു സ്ക്രിപ്റ്റാണെന്ന് തോന്നുന്നത് ഞാനത് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷമീറും ഈ മമ്മുവും എല്ലാവരും ചിരിക്കുന്നൊരു ഫേസിലാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ തൊപ്പിയുടെ മൂവി പ്രൊമോഷൻ്റെ ബേസിൽ കുറച്ച് നാളായിട്ട് തൊപ്പിനെ കാണുന്നില്ലല്ലോ ലൈവിൽ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് തൊപ്പി എന്ന് പറഞ്ഞ പേര് പെട്ടെന്ന് ഹൈപ്പാക്കാൻ, പിന്നെ അതിൻ്റെ ബേസ് ചെയ്ത് ഈ മൂവിയുടെ സൈഡിൽ കൂടെ പ്രൊമോട്ട് ചെയ്യാനെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അല്ലെങ്കിൽ തൊപ്പി ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ബ്രാൻഡിൻ്റെ പ്രൊമോഷന് ബേസ് ചെയ്തിട്ട് ഈ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ഞാൻ ഇതേപോലെ നിങ്ങൾ തൊപ്പി എന്നതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും തൊപ്പി പറയുന്നു അതായത് ഞാൻ ഇതേപോലെ ബ്രാൻഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കും അപ്പോൾ ആ ബ്രാൻഡിൻ്റെ പേര് പറയുന്നു, തൊപ്പി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നു. ആ ഒരു ഇൻട്രൊഡക്ഷന് ഞാൻ പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു മൂവി പ്രൊമോഷൻ്റെ ബേസ്, അതായത് ഇതേപോലെ ഞാൻ ഇത് സംസാരിച്ച സമയത്ത് ഞാനൊരു മൂവി പ്രൊമോഷൻ്റെ ഇതിൽ റിലേറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. മൂവി ഇതായിരുന്നു, ഇപ്പോൾ എൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, മെയ് ഇത്രയും ഡേറ്റ് ഒക്കെ പറഞ്ഞ് പുള്ളിക്കാൻ അത് പറയുന്നത് ഞാൻ വിചാരിച്ചത്. മൂവി പ്രൊമോട്ട് ചെയ്യാനായിട്ട് പുള്ളിക്കാൻ ലൈവ് ഇതേപോലത്തെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. എന്നുവെച്ചാൽ ജാസിയുടെ കുറച്ച് വീഡിയോ ഉണ്ട്, ജാസിയും ഇതേപോലെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ലൈവിൽ പുള്ളി സങ്കടപ്പെട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ടും പുള്ളി ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്യാൻ നോക്കിയ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ എക്സ്പോസ്ഡ് ആയി പോയെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ചെറുക്കന് ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അമ്മാതിരി ഇതായി ഇനി നല്ല രീതിയിൽ ഏറി കയറും. പക്ഷേ കുറേ പേർക്ക് ഈ കണ്ടന്റ് ഇടാൻ പറ്റാത്ത അവസ്ഥ. ഇൻസ്റ്റയിലൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സാധനം നമ്മുടെ പേജ് അടിച്ചു പോകുമെന്ന് തോന്നുന്നു. അമ്മാതിരി സാധനങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. അതായത് നിങ്ങൾ തൊപ്പിയുടെ ലൈവ് എന്ന് കയറുന്നത് അതായത് 54ാമത്തെ മിനിറ്റിൽ ഒരു സാധനമുണ്ട്. അത് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്തോന്നൊക്കെ ഇവന്മാർ കാണിച്ചു കൂട്ടുന്നത്. ആ വീട്ടിൽ ആ ലൈവ് അവസാനിക്കുമ്പോൾ ഇവന്മാർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അതിനകത്ത് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എനിക്കൊരു ഡൗട്ടുണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരാണ് ഇത് ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് വീഡിയോ എടുത്തു കൊടുക്കുന്നത് അതാരാ? അത് ആദിലോ ആ 17 വയസ്സത്തേക്കത്തെ ചെറുക്കനാണോ എടുത്തു കൊടുക്കുന്നത്? ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വല്ല പോസ്കോ കേസിൽ വല്ല അകത്ത് പോകും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഷമീറിനോടാണ് പറയാനുള്ളത്. ഇതൊക്കെ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വല്ല കേസും മണ്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടുപോയി, ജീവിതം പോയി. ചില്ലറ കേസൊന്നും അല്ല, എല്ലാം നിങ്ങളുടെ ഗ്യാങ്ങിൽ 1-2 പേരെങ്ങാണ്ട് അണ്ടർ 18 ആണെന്ന് തോന്നുന്നു. എന്നാലും തൊപ്പിയുടെ ഒരു വീഡിയോ ഉണ്ട്, ആ ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. പൈസ ഓൻ പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും എനിക്ക് കൊടുത്തിട്ടില്ല. 1 രൂപ പോലും. എത്ര ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, ഇത് ഗൂഗിൾ പേ മാത്രമാണ്. എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. ഓക്കെ, അതിലൊന്ന് പിന്നെ വേറെ ചേരത്തെ മറ്റേ ഫോണൊന്നും എടുത്തേ, അതിൻ്റെ ഗൂഗിൾ പേയും കൂടി ഒന്ന് മമ്മൂൻ്റെ ഒന്ന് തുറന്ന് വെക്കണേ. ഇതോ കണ്ടോ, ഇതൊരു പക്ഷേ എനിക്ക് ഇത് ഫേക്കായിട്ട് തോന്നിയില്ല. അതായത് ഇന്നലെ സീക്രട്ട് ഏജന്റ് വരെ തൊപ്പിനെ കുറിച്ച് വീഡിയോ ഇടുന്നത് പറയുന്നത് വെച്ചാൽ തൊപ്പിയുടെ പൈസ വന്നപ്പോഴത്തേക്കും തൊപ്പിയുടെ ക്യാരക്ടർ മാറിയെന്നൊക്കെ പറഞ്ഞ് സീക്രട്ട് ഏജന്റിന്റെ വരെ വീഡിയോ ഇടുന്നു. പക്ഷേ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഈ ഇവന്മാരുടെ വീഡിയോ, ഷമീറിന്റെയും ഇവന്മാരുടെയൊക്കെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വ്യക്തമായി മനസ്സിലായത് ഇവന്മാരെന്തോ ഇതുണ്ട്. ഒന്നെങ്കിൽ ഇത് സ്ക്രിപ്റ്റ് ആയിരിക്കും, എന്ന് വെച്ചാൽ എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവർ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കും. ശരിക്കും പറഞ്ഞാൽ വിഷമം നല്ല നമ്മുടെ മൈൻഡ് അങ്ങനെ ആയിരിക്കുമല്ലോ. ഈ ജാസി ഇതൊക്കെ തുടക്കത്തിൽ നല്ല ചിരിച്ചുകൊണ്ട് താഴെ നോക്കി അവന് ക്യാമറ നോക്കാൻ പോലും പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ചിരി വരുന്നു. നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ നോക്കുമ്പോൾ അവന് ചിരി വരുന്നു. അപ്പോൾ മമ്മൂനും നല്ല രീതിയിൽ ചിരിയുണ്ട്. അവൻ പഠിച്ച കളനാ, എനിക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവൻ പഠിച്ച കളനാ. അവനെ ശരിക്കും പറഞ്ഞാൽ ഈ അന്ന് തൊപ്പി ഇവനെ ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവര് ഇത്രയും പ്രശ്നം വരത്തില്ല. ഒരു പെണ്ണിനെ പിടിച്ച് ഡോറിന്റെ ഉള്ളിൽ കയറ്റാൻ നോക്കിയിട്ട് ഇവന്റെ ഈ കുളിസീൻ സ്വഭാവം ഒന്നല്ല. ഇവൻ ഞാൻ കാരണം ഈ മമ്മൂ എന്ന് പറഞ്ഞ ആള് ബുദ്ധിയില്ലാത്ത മണ്ടനൊന്നും മമ്മൂനെ ഞാൻ പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളോട് ഡിസ്റെസ്പെക്ട് ചെയ്തതിനെ അടിച്ചിട്ടുണ്ട്. മനസ്സിലാ, കുറെ കേസുണ്ടാവും. അതിപ്പം ബാംഗ്ലൂർ കേസ് പറയണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
തൊപ്പി ആദ്യം ലൈവായിട്ട് വന്നപ്പോഴത്തേക്കും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്, അതായത് ഇത് കാര്യമായിട്ട് ഒന്നും ഉണ്ടാവത്തില്ല, തൊപ്പി ചുമ്മാ കടന്ന് ഉരുളും, അതിനിട്ട് കുറേ വീഡിയോ ഇതൊക്കെ കാണിക്കും. ഞാനിത് ആദ്യം കണ്ടുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇതേപോലെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം തൊപ്പി ഈ ഒരു കാര്യം പറഞ്ഞു. ഈ കാര്യം പറഞ്ഞതിന് ശേഷം തൊപ്പി ഒരു വീഡിയോ കാണിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി കളിയല്ല, ഇത് കാര്യമാണെന്ന് മനസ്സിലായി എല്ലാവർക്കും. ആ ഒരു സ്പോട്ടിലാണ് മനസ്സിലായത്. അത് അതുവരെ ഒരു 50 മിനിറ്റ് തൊപ്പി എന്തൊക്കെയോ പറയുന്നത്, ഇതേപോലെ ഗൂഗിൾ പേ ഇതിൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ എമൗണ്ട്, അതൊക്കെ നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അതൊക്കെ സ്ഥിരം നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ആ 54-ാമത്തെ മിനിറ്റിൽ തൊപ്പി കാണിച്ച സാധനം അതെല്ലാവരും വിശ്വസിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഷമീറിനെയും മറ്റവരെയും ഡിഫെൻഡ് ചെയ്യാനില്ല. തൊപ്പി പറയുന്നതൊക്കെ സത്യമാണ്. തൊപ്പി ഒറ്റ ലൈവിൽ കാണിച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുന്നത് 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ ആണ് ഇവരുടെ കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ളവരാണ് ഇവരുടെ കൂടുതൽ വ്യൂവേഴ്സ്. ഇവരൊക്കെ ഈ ഒരു വീഡിയോസ് കാണുമ്പോഴുള്ള ഇവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കൊന്നും പറയാനില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക.